ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ തന്നെ ഏട്ടൻ ഒരു ഭീമൻ ആഗോലി കൊണ്ടുവന്നിട്ട് അപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോൾ ഞങ്ങൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം പറഞ്ഞു അമ്മേ നമുക്കിന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞങ്ങളിത് ആഗോലി ബിരിയാണിയാണ് ഗൈസ്. ഇതിന് മുന്നേ ഞാൻ ഐക്കോറ ബിരിയാണി ഉണ്ടാക്കിയ ഞങ്ങൾ കണ്ടാലേ എപ്പോഴും ചോറും കറിയൊക്കെ കഴിക്കുമ്പോൾ ഏതായാലും ഫ്രഷ് മീനൊക്കെ കിട്ടുന്നല്ലേ, ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബിരിയാണികളൊക്കെ ട്രൈ ചെയ്യാറുണ്ട് ഒരു വെറൈറ്റിക്ക്. പിന്നെ നമ്മളെ ഭരത്ത് മോനും ഇഷ്ടമാണ് കേട്ടോ ബിരിയാണിയൊക്കെ, അവൻ്റെ റൈസ് കഴിക്കാൻ അവന് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടുമ്പോൾ. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയത് ഒരു അട്ടിപ്പൊള്ളി സുന്ദര കുട്ടപ്പനായ ആഗോലി കുട്ടനാണ്. അങ്ങനെ അതിനൊക്കെ നന്നായിട്ട് മുറിച്ചെടുത്ത് മസാലയൊക്കെ തേച്ച് നമ്മൾ വരിക്കുന്നരക്കുമായി പൊരിച്ചെടുക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് ബിരിയാണീൻ്റെ പരിപാടികളൊക്കെ തുടങ്ങാം. അപ്പോൾ ഞാനായിരുന്നു കേട്ടോ ഉള്ളി അരിയുന്ന ദൗത്യം എടുത്തത്. അങ്ങനെ എൻ്റെ കൈ മുറിഞ്ഞു, അതുകൊണ്ടാണ് എൻ്റെ ചൂണ്ടുവിരൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് ഗൈസ്. അതിനിടയിൽ ഏട്ടൻ കുറച്ച് അവിൽ മിൽക്കൊക്കെ വാങ്ങിച്ച് കൊണ്ട് തന്നിട്ട് അപ്പോൾ അതൊക്കെ കഴിക്കാൻ ഒരാൾ അവിടെ നിന്ന് ഡാൻസ് കളിച്ച് പോകുന്നുണ്ട്. ഇതൊന്നും വീഡിയോയിൽ കിട്ടൂല എന്നാണ് ഏട്ടൻ്റെ വിചാരം. എന്തായാലും കുടുങ്ങി, ഞാനിനി എഡിറ്റ് ചെയ്യുമ്പോൾ മാറ്റാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ അവിൽ മിൽക്ക് കുടിച്ചതിന് ശേഷം, മിൽക്ക് അവിൽ എന്നും പറയാല്ലേ, അതൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങളിതാ നെയ്ച്ചോറിൻ്റെ പരിപാടിയിലേക്ക്, നെയ്ച്ചോറിലെ ബിരിയാണി അരി ഉണ്ടാക്കണ്ടേ, നമുക്ക് ചോറുണ്ടാക്കണമല്ലോ, അതിൻ്റെ പരിപാടിയിലേക്ക് കടന്നു. ഇതൊന്നും ഞാൻ പറയുന്നില്ല, ഒരുപാട് ബിരിയാണീൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെയും ഇതന്നെ പറയുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും എന്നത്തെയും പോലെ അണ്ടി മുന്തിരിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അതൊക്കെ വാട്ടിക്കഴിഞ്ഞ് നമുക്ക് ഉള്ളി വാട്ടണം, ക്യാരറ്റ് വാട്ടണം, ഇതൊക്കെ ബ്രൗൺ കളറാക്കി എടുത്ത് വെക്കണം. പിന്നെ നമുക്ക് മസാല ഉണ്ടാക്കണം. ഇതൊക്കെ തന്നെയാണ് പരിപാടി. എന്തായാലും വീഡിയോയിൽ നമുക്ക് പറയാമല്ലേ. അങ്ങനെ അണ്ടി മുന്തിരിയൊക്കെ വറുത്ത് കോരി നെയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി ഇട്ടിട്ടുണ്ട്, നന്നായിട്ട് ബ്രൗൺ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ആക്കി എടുക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അതിനിടയിൽ നമ്മുടെ ഭരത്തുമോൻ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റിംഗ് വിസയ്ക്ക് അടുക്കള വരെ ഒന്ന് വരും കേട്ടോ. അമ്മ എന്ത് ചെയ്യാം, അമ്മ എവിടെയും പോയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം വറുത്ത് കോരിയതിന് ശേഷം ഞാനിതാ നമ്മൾ ഉള്ളിയും തക്കാളിയും ഒന്നും ഒരുമിച്ചിടരുതെന്ന് പറയും, വാടി കിട്ടില്ല. പക്ഷേ എനിക്ക് ഒട്ടും സമയമില്ല. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ബിരിയാണി ഉണ്ടാക്കപ്പോൾ. നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. കുറച്ച് മിൽക്കാവിൽ കിട്ടിയതുകൊണ്ട് കുറച്ച് എല്ലാവരുടെ വിശപ്പ് അടങ്ങി. എന്നാലും പെട്ടെന്ന് ആക്കണമല്ലോ. അങ്ങനെ എല്ലാം കൂടെ ഇട്ട് വാട്ടി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതെല്ലാം കൂടി ചതച്ചും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ടേ വാടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മസാലകളായ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല വിട്ട് കളിയിലിട്ട, പിന്നെ കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും, പിന്നെ നമ്മൾ നേരത്തെ ഇഞ്ചി അരച്ച് വെച്ചിരിക്കുന്ന ആ ഇതിലേക്ക് തന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടോ. പിന്നെ നല്ല കട്ട തൈരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. തൈരില്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും തൈരില്ലെങ്കിൽ ഇടാറില്ല. പിന്നെ തൈരുള്ളതുകൊണ്ട് തൈരും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തു. അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ആഗോലി സുന്ദരക്കുട്ടന്മാരെ വരിക്കുന്ന ഇറക്കുമായി അങ്ങോട്ട് വെച്ച് കൊടുക്കുക ഗൈസ്. കുറച്ച് മസാല ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചതിൻ്റെ മുകളിലൊക്കെ വാരി പൊത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ചോറ് ഇവിടെ ആയിട്ടുണ്ട്. ചോറും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞങ്ങൾക്ക് 2 ലെയറാക്കി ഗാർണിഷൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഒട്ടും സമയവും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം തന്നെ ചോറ് മൊത്തം അതിൻ്റെ മുകളിലേക്ക് വാരിയിട്ടിട്ട് അതിലേക്ക് മുകളിലേക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് ഗാർണിഷ് ചെയ്തു. അവിടെ നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റും കരിഞ്ഞ ഉള്ളിയും പച്ച മല്ലിച്ചപ്പും എല്ലാം കൂടെ വാരി വെതറാണ് കൊണ്ട് പൊതിനയുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ എല്ലാം കൂടെ അതിൻ്റെ മുകളിൽ വാരി വെതറി കുറച്ച് നേരം മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദമ്മെന്നൊക്കെ പറയും. അങ്ങനെ ഒരു 5 മിനിറ്റ് ദമ്മൊക്കെ ചെയ്യാം ഗൈസ്. കാരണം ഇന്നത്തെ ബിരിയാണിക്ക് അത്ര ഞങ്ങൾക്ക് ക്ഷമയില്ലാണ്ട് ഉണ്ടാക്കിയതായിരുന്നു. ഞങ്ങളുടെ ബിരിയാണി ശരിയായിട്ടോ. അങ്ങനെ ഓടിപ്പോയി കുളിച്ച് വന്ന് ദമ്മൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ എല്ലാ സ്മെല്ലൊക്കെ ഇങ്ങനെ അടുക്കള മൊത്തം ഓടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ ഓടി വന്നു, നിങ്ങൾക്ക് ഇത് ബിരിയാണിയാണെന്ന് ചോദിച്ചിട്ട്. വെറുതെ പറഞ്ഞാട്ടോ ഗൈസ്. അങ്ങനെ അതാ എല്ലാം കൂടെ എടുത്തു. മേക്കപ്പ് ചെയ്യാനൊന്നും എനിക്ക് സമയം ഉണ്ടായിരുന്നു, അത്രയും വിശപ്പുണ്ട്. എൻ്റെ ചൂണ്ടുവിരൽ കണ്ടോ ഗൈസ്, ഞാൻ ഇങ്ങനെ പൊന്തിച്ച് പിടിച്ചത് കൈ മുറിഞ്ഞതുകൊണ്ടാണ്. അങ്ങനെ ചൂണ്ടുവിരലില്ലാണ്ട് ചോറ് കഴിച്ച് ഞാൻ തൃപ്തി അടങ്ങി ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.